അദ്ദേഹം നിരാകരിക്കാനാണ് സാധ്യത എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പ്രവർത്തക സമിതി അംഗത്തെ ഇതുപോലെ വീർ സവർക്കർ അവാർഡിന് പരിഗണിക്കുന്നു എന്നുള്ളത് ഒരു അപകടകരമായിട്ടുള്ള ഒരു സാഹചര്യം. തീർച്ചയായിട്ടും അപകടകരമായ ഒരു സാഹചര്യം തന്നെയാണ്. അതിനെന്താ സംശയം? ഇത് അപകടകരമായ സാഹചര്യം തന്നെയാണ്. കേരളത്തിലെയും ഇന്ത്യയിലെയും കോൺഗ്രസ് പ്രവർത്തകരുടെ മനസ്സുകളിൽ ശശി തരൂരിന് അവശേഷിക്കുന്ന സ്ഥാനം നഷ്ടപ്പെടുത്താൻ ബോധപൂർവമായ ഒരു നീക്കമാണ് RSSും BJP നടത്തിയിരിക്കുന്നത്. ആ കെണിയിൽ ഒരിക്കലും ശശി തരൂർ വീഴാൻ പാടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഇങ്ങനെ BJPയുടെയും RSSന്റെയും പിന്തുണയ്ക്കുന്ന ഒരു ചിന്താധാര മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരാളെ പ്രവർത്തക സമിതി അംഗമായിട്ട് AICC ഇനിയും സഹിക്കേണ്ടതായിട്ടുണ്ട്. അല്ല, അതിനെക്കുറിച്ചൊക്കെ മറുപടിയും ചോദ്യവും ഒക്കെ ചോദിക്കേണ്ടത് ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയോടാണ്. മറുപടി വേണ്ടത് അവരാണ്. ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയോട് ചോദിക്കേണ്ട ചോദ്യവും അതിന് മറുപടിയും ഒരിക്കലും എനിക്ക് തരാൻ ആവില്ല. ഒരു കാര്യം കൂടി, അദ്ദേഹം അതായത് കോൺഗ്രസുകളുടെ മനസ്സിലില്ല. സ്വാഭാവികമായിട്ടും ഇത്ര ഒരു അവാർഡ് സ്വീകരിക്കുകയോ അല്ലെങ്കിൽ ക്ഷണിച്ചോ ചെയ്താൽ ഒരു പരസ്യമായി അദ്ദേഹം ഇതിനെ തള്ളി പറയേണ്ടതില്ലേ? ഒരു പരസ്യമായിട്ട് വന്നിട്ട് അല്ല, അത് അദ്ദേഹം അവാർഡ് സ്വീകരിച്ചതിന് ശേഷം എന്ത് നടപടി സ്വീകരിക്കണമെന്ന് ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി തീരുമാനിക്കും. കാരണം ഞങ്ങൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പും സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷവും നഖശികാന്തം എതിർക്കുന്ന ഒരാളാണ് VD സവർക്കർ. ആ VD സവർക്കറുടെ പേരിൽ അവാർഡ് അദ്ദേഹം സ്വീകരിച്ചു കഴിഞ്ഞിട്ട് യുക്തമായ കമൻറ്റുകൾ ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭാഗത്തു നിന്നുണ്ടാകും എന്ന ഉത്തമ വിശ്വാസം എനിക്കുണ്ട്. സ്വീകരിക്കുന്നില്ലെങ്കിലും ഇതിലെ നിലപാട് വ്യക്തമാക്കേണ്ടതല്ലേ തരൂര്? പ്രത്യേകിച്ച് HRDS പോസ്റ്റർ ഇറക്കിയതാണ്, അദ്ദേഹത്തിന്റെ ഫോട്ടോ അടക്കം പതിപ്പിച്ചത്. അതിനെക്കുറിച്ച് മറുപടി ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞാൽ കാണാൻ പോകുന്ന പൂരം പറഞ്ഞറിയിക്കേണ്ട കാര്യമില്ലല്ലോ. ഇന്ന് വൈകിട്ടല്ലേ ഈ സംഭവം. വൈകുന്നേരം വരെ കാത്തിരിക്കാനുള്ള ഒരാത്മസംയമനം നിങ്ങൾ കാണിക്കണം, ക്ഷമ കാണിക്കണം. വൈകുന്നേരം ഈ ചടങ്ങിൽ അദ്ദേഹം പങ്കെടുക്കുന്നോ ഇല്ലയോ എന്ന് അറിഞ്ഞിട്ട് മതിയല്ലോ നമ്മൾ അദ്ദേഹത്തിനെതിരെ ഒരു പരസ്യ വിമർശനവുമായി രംഗത്ത് വരാൻ. തരൂര് മോദി പുകഴ്ത്തുന്നു, അതിനുശേഷം തരൂരിനെ പുട്ടിന്റെ അത്താഴവിരുന്നിലേക്ക് അടക്കം ക്ഷണിക്കുന്നു. മറ്റാർക്കും കൊടുക്കാത്ത ഒരു പരിഗണന BJP എന്തുകൊണ്ടായിരിക്കും തരൂരിന് നൽകുന്നത്? അത് BJP കോൺഗ്രസ് മുക്ത ഭാരതം ഉണ്ടാക്കാനാണ് നരേന്ദ്രമോദി ശ്രമിക്കുന്നത്. അപ്പോൾ കോൺഗ്രസ് മുക്ത ഭാരതം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന നരേന്ദ്രമോദിയുടെ കരങ്ങൾക്ക് ആക്കം കൂട്ടുന്ന പ്രവൃത്തി ഒരിക്കലും കോൺഗ്രസിൻ്റെ രക്തം സിരകൾ കൂടി ഒഴുകുന്ന ആർക്കും ചെയ്യാൻ പാടില്ല. അതേ ഞാൻ പറഞ്ഞല്ലോ, ഇന്ത്യയുടെ പ്രധാനമന്ത്രി ചെയ്യേണ്ടിയിരുന്നത് ലോക രാഷ്ട്ര തലവന്മാർ ഇന്ത്യയിൽ വരുമ്പോൾ അവരാദ്യം അന്വേഷിക്കുന്നത് രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയെക്കുറിച്ചാണ്. അവരാദ്യം പോകുന്നത് മഹാത്മാഗാന്ധിയുടെ അന്ത്യവിശ്രമ സ്ഥലമായ രാജ്ഘട്ടിലേക്കാണ്. രണ്ടാമത് അവരന്വേഷിക്കുന്ന ഒരു കുടുംബം നെഹ്റു കുടുംബമാണ്. എല്ലാ ലോകരാഷ്ട്രങ്ങൾക്കും മോട്ടിലാൽ നെഹ്റുവുമായി, ജവഹർലാൽ നെഹ്റുവുമായി, ഇന്ദിരാഗാന്ധിയുമായി, രാജീവ് ഗാന്ധിയുമായി, സോണിയാഗാന്ധിയുമായും രാഹുൽ ഗാന്ധിയുമായി ബന്ധമുണ്ട്. ഇന്ന് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവാണ് ശ്രീ രാഹുൽ ഗാന്ധി. അദ്ദേഹത്തെ ക്ഷണിക്കാത്തൊരു ചടങ്ങിൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായ മല്ലികാർജുന ഖാർഗെയെ ക്ഷണിക്കാത്ത ഒരു ചടങ്ങിൽ എന്തുകൊണ്ടാണ് ശശി തരൂരിനെ ക്ഷണിച്ചതെന്ന് അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും മനസ്സിലാകും. അതിനെക്കുറിച്ച് ഒരു വിശദീകരണം വേറെ നൽകേണ്ട ആവശ്യമില്ല. അതിനെക്കുറിച്ച് ഞാൻ 12-ാം തീയതി പ്രതികരിക്കാം. കാര്യം നാളെ 11-ാം തീയതി 7 ജില്ലകളിലെ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. അതിനെക്കുറിച്ച് തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടെടുപ്പ് കഴിഞ്ഞിട്ട് ഞാൻ പ്രതികരിക്കാം. രാജ്മോഹൻ ഉണ്ണിത്താൻ MP ആണ് ശശി തരൂർ സവർക്കർ അവാർഡ് വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട പരാമർശം നടത്തിയത്. ശക്തമായ എതിർപ്പാണ് ഇക്കാര്യത്തിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ ഉന്നയിച്ചിരിക്കുന്നത്, അറിയിച്ചിരിക്കുന്നത്. ഒരു കാരണവശാലും കോൺഗ്രസുകാരനായ ശശി തരൂർ ഈ അവാർഡ് സ്വീകരിക്കരുത് എന്ന നിലപാടാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ സ്വീകരിച്ചിരിക്കുന്നത്. ഇനി അവാർഡ് സ്വീകരിക്കുകയാണെങ്കിൽ അതിനെക്കുറിച്ച് AICC കമന്റ് നൽകും, അഭിപ്രായം പറയും എന്ന കാര്യം കൂടി രാജ്മോഹൻ ഉണ്ണിത്താൻ അറിയിച്ചിട്ടുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.